ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയായ ഒരു എഗ്ഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം പാൻ അടുപ്പിൽ വെച്ച് തീ ഓണാക്കുക. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക, 1 സ്പൂണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞെടുത്ത പച്ചമുളകും കൂടി അതിലേക്ക് ചേർക്കുക. പച്ചമുളകും സവാളയും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ ഒരു ക്യാരറ്റ് ചെറിയ പീസുകളായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ മൂന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയും ക്യാരറ്റും നന്നായി വഴന്നു വന്ന ശേഷം കുക്കുംബർ ചേർക്കുക, കക്കിരിക്ക. ഇതിൽ ക്യാരറ്റോ കുക്കുംബറോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഉള്ളത് വെച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ വഴറ്റി എടുക്കണം. നന്നായി വഴന്ന് വരണം. ഞാൻ ഇനി ഈ മിക്സിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്താലും മതി. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മസാല റെഡിയായി. ഇനി ആ മസാലക്കൂട്ട് രണ്ടായി വേർതിരിച്ച് മാറ്റി വെക്കുക. 4 മുട്ട എടുത്ത് അതിൽ 2 മുട്ടയിൽ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായ ശേഷം എണ്ണയൊഴിക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് മുട്ടയുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. ഇനി നേരത്തെ മാറ്റിവെച്ച മസാലയുടെ ഒരു കൂട്ടെടുത്ത് ഈ മുട്ടയുടെ ബാറ്ററിന് മേലെ ഒഴിച്ച് എല്ലായിടത്തും പരത്തി കൊടുക്കുക. എല്ലായിടത്തും പരത്തിയതിന് ശേഷം പാൻ അടച്ച് വെച്ച് 2 മിനിറ്റിന് ശേഷം പാൻ തുറന്ന് നോക്കിയാൽ മുട്ട പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് 2 മിനിറ്റ് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിയായ വിഭവം റെഡിയായി. ഇനി ബാക്കിയുള്ള 2 മുട്ടയും മസാലയും വെച്ച് നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.